ഏവർക്കും നമസ്കാരം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകം മുഴുവനും വളരെ സന്തോഷത്തോടെ ക്രിസ്മസും വരാനിരിക്കുന്ന പുതുവത്സരത്തിൻ്റെ പ്രത്യാശയും ആഘോഷിക്കുകയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ഈ അവസരത്തിൽ ക്രിസ്മസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. മനുഷ്യൻ്റെ അന്തസ്സിനെക്കുറിച്ചാണ് നാം ആദ്യം തിരിച്ചറിയുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ തന്നെ പ്രത്യേക ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവർ നൽകിയിരിക്കുന്ന ആത്മാംശം ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലും സ്നേഹവും തന്നെയാണ്. ദൈവികതയുള്ള മനുഷ്യൻ ആ ദൈവികത നഷ്ടപ്പെടുത്തുന്നതിനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുക. മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്തു എന്ന് മാത്രമല്ല, ഒരു കനി പറിച്ച് ഭക്ഷിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ദൈവത്തെ പോലെയാകുവാൻ അവൻ സ്വയം ശ്രമിച്ചുകൊണ്ട് ദൈവത്തെ നിരാകരിക്കുന്ന മനോഭാവത്തിലേക്ക് വന്നതുകൊണ്ടാണ് ആ പാപം അവനിലേക്ക് രൂഢമൂലമായത്. അങ്ങനെ അവൻ്റെ ഉള്ളിലേക്ക് വന്ന പാപം തലമുറകൾ തോറും ആ പാപം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്. നോഹയുടെ കാലത്തും തുടർന്നുമൊക്കെയുള്ള കാലങ്ങളിൽ മനുഷ്യൻ്റെ പാപാവസ്ഥ അത്രയേറെ രൂക്ഷമായിരുന്നു. തിന്മ ചെയ്യുവാനുള്ള ചായ്വ്, അക്രമവാസന, സാമൂഹികമായിട്ടുള്ള തിന്മകൾ ഒക്കെ വളരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ദൈവം സ്വന്തമായി ആ രക്ഷയുടെ പദ്ധതി ആവിഷ്കരിക്കുന്നത് നാം കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു, അവിടുന്ന് വിശ്വസിക്കുന്നവരെ വഴി കാട്ടുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ ബൈബിളിലെ സംഭവങ്ങൾ ആരംഭിക്കുകയാണ്. ബൈബിളിലെ ചരിത്രം അബ്രഹാം മുതലാണ് ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെതും അതുപോലെ തന്നെ അവൻ്റെ മക്കളുടേതുമായ വലിയ ചരിത്രം, അതൊരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെയുള്ള കുടുംബത്തിലെ ആ വളർച്ച അവരെ ഒരു ജനതയാക്കുമ്പോൾ പോലും ദൈവം അവരെ ഒരു കുടുംബമായി സ്നേഹിക്കുന്നു എന്നാണ് നാം കാണുക. അതുകൊണ്ട് തന്നെയാണ് അവരെ നയിക്കുവാൻ പ്രത്യേകമായ ചില ഗോത്രങ്ങളെ തിരഞ്ഞെടുക്കുക, അതിൽ ദാവീദിൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുക്കുക. ദൈവം തിരഞ്ഞെടുത്ത ആ കുടുംബത്തിൽ നിന്നാണ് നാം കാണുന്ന മനുഷ്യനെ രക്ഷിക്കുന്ന പദ്ധതി ദൈവം ആവിഷ്കരിക്കുന്നത്. പ്രവാചകന്മാർ വഴിയുള്ള പ്രവചനമെല്ലാം അതിലേക്കുള്ള സൂചനയായിരുന്നു. യേശയ്യായുടെ പുസ്തകം നിറയെ അങ്ങനെയുള്ള സൂചനയുണ്ട്. ദൈവപുത്രൻ ജനിക്കുന്നതിനെക്കുറിച്ചും അവൻ മിശിഹ ആയിരിക്കുമെന്നും ദാവീദിൻ്റെ വംശത്തിലായിരിക്കുമെന്നും ഒക്കെ യേശയ്യ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റ് പ്രവാചകന്മാരും അതിനുള്ള സൂചന നൽകുമ്പോൾ ഈ ദൈവപുത്രൻ എന്തായി തീരുമെന്നും പിന്നീട് പറയുന്നുണ്ട്. ദൈവദാസൻ്റെ ഗീതമെന്ന് വിളിക്കപ്പെടുന്ന 3 ഗീതങ്ങളിൽ പ്രത്യേകിച്ച് യേശയ്യയുടെ 3-ാം ഭാഗത്ത്, പുസ്തകത്തിൻ്റെ 3-ാം ഭാഗത്ത് നാം ദൈവദാസൻ്റെ ഗീതങ്ങൾ കാണുന്നുണ്ട്. ആ ദൈവദാസൻ്റെ ഗീതങ്ങളിലൂടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സഹിക്കുകയും പാടുപീടുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദൈവപുത്രനെയാണ് കാണുക. കാരണം ഇതിൻ്റെ എല്ലാം പൂർത്തീകരണമായിട്ട് നാം യോഹന്നാൻ്റെ സുവിശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്നെ നിക്കോദെമോസിനോട് പറയുന്നതായിട്ടുണ്ട്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. അങ്ങനെ ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകുകയാണ്. അവിടുന്ന് പിറന്നത് ദാവീദിൻ്റെ ഗോത്രത്തിലാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണമാണ് ലൂക്കായും മത്തായുമൊക്കെ വംശാവലി എഴുതി വച്ചിരിക്കുന്നത്. അവരെ വംശാവലികളിലൂടെ സൂചിപ്പിക്കുന്നതും ഇത് മാത്രമാണ്. ജോസഫ് ദാവീദിൻ്റെ ഭവനത്തിൽപ്പെട്ടവനാണ്. ജോസഫ് അബ്രഹാമിൻ്റെ പുത്രനാണ്. ലൂക്ക അനുസരിച്ച് ജോസഫ് ആദത്തിൻ്റെ പുത്രൻ കൂടെയാണ്. അങ്ങനെയുള്ള ഒരു വലിയ വംശാവലിയിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ജ്ഞാനത്തെയാണ് നമുക്ക് കാണിച്ചു തരിക. ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവിടുന്ന് നിറവേറ്റുന്നത് ദൈവം തന്നെ മനുഷ്യനായിട്ട് തീരുകയാണ്. അതും ഒരു കന്യകയിൽ നിന്ന് ജനിച്ചുകൊണ്ട്.
അവളുടെ കന്യാത്വത്തിന് ഭംഗം വരുത്താതെ ആണ് ആ സംഭവം നടത്തുക എന്ന് തന്നെ മാലാഖ അറിയിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയുമൊക്കെ അവളിലേക്ക് ഉളവായിക്കൊണ്ട് അവളുടെ ഉള്ളിൽ കുഞ്ഞ് രൂപപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവൾ ചെയ്ത വാഗ്ദാനത്തെ ലംഘിക്കാതെ തന്നെ അവൾക്ക് ദൈവപുത്രനെ നൽകുവാൻ സാധിക്കും. എങ്കിലും ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, പ്രത്യേകമായി അതിനെ കാത്തുരക്ഷിക്കുവാൻ വേണ്ടി ജോസഫിനെയും നൽകുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയെ നാം കാണുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരടയാളം ഈ 3 പേരിലും, ദൈവപുത്രനായി മനുഷ്യനായി തീർന്ന യേശുവിലും മറിയത്തിലും യൗസേപ്പിലും കാണുന്നത് ഒരു നല്ലൊരു കുടുംബത്തെയാണ്. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന, കെട്ടുറപ്പുള്ള ഒരു കുടുംബം. ഈ കുടുംബത്തെയാണ് തിരുക്കുടുംബം എന്ന് വിളിക്കുക. ഈ കുടുംബമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ആ കുടുംബത്തിലേക്കാണ് മറ്റുള്ളവർ ഓടി വരുന്ന ദൈവത്തെ കാണുവാൻ, ദൈവപുത്രനെ കാണുവാൻ, മിശിഹായെ കാണുവാൻ, രക്ഷകനെ കാണുവാൻ. ആ ഓടി വരുന്നവരിൽ ഏറ്റവും എളിയവരുണ്ട്, ഇടയന്മാരുണ്ട്, ഉന്നതരായ രാജാക്കന്മാരുണ്ട്. ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് കുടുംബത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഊന്നണം. കാരണം ഈ കുടുംബത്തിൽ നിലനിൽക്കുന്നത് ദൈവഹിതം നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മ വരത്തക്ക വണ്ണം ദൈവികമായ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നുള്ളതാണ്. ആ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ എന്തൊക്കെയാണ്? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, തുടങ്ങി അന്യൻ്റെ ഭാര്യ മോഹിക്കരുത്, കുടുംബത്തെ സംരക്ഷിക്കുക, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ദൈവത്തെ മാത്രം ആരാധിക്കണം. ഇങ്ങനെയുള്ള വലിയ സന്ദേശങ്ങളിലൂടെ ആ കൽപ്പനകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അത് കാണുന്നൊരു കുടുംബമാണ്. ഈ കുടുംബം രാജാവിൻ്റെ കൽപ്പനയനുസരിക്കുന്നു, ദേശത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ബെത്ലഹേമിലേക്ക് പോകുന്നു. മറിയവും യൗസേപ്പും അവിടെ വെച്ചാണ് ദൈവപുത്രൻ ജനിക്കുന്നത്. കുഞ്ഞിൻ്റെ ജീവിതം ഇന്ന് അപകടമാണെന്ന് കാണുന്നു. ഈജിപ്തിലേക്ക് പോകുന്നു, തിരികെ വരുന്നു. കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. മതപരമായ വിശ്വാസവും സാമൂഹ്യമായ ആവശ്യങ്ങളും രാജ്യത്തിലെ കൽപ്പനകളുമൊക്കെ പാലിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു കുടുംബം. എന്നാൽ പരസ്പരം സ്നേഹിക്കുന്നൊരു കുടുംബം. ആ കുടുംബം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം ഓടി വരുന്നത്. മറിയത്തിൻ്റെ പ്രത്യേകത, അവൾ ചർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത്. ഇതൊക്കെ നാം കാണുന്നത് മറിയത്തിൻ്റെ പ്രത്യേകതയെ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. കുടുംബത്തിലുള്ള സമാധാനം, സന്തോഷം, പരസ്പരമുള്ള ആദരവ്, സ്നേഹം. ഇന്ന് ദൈവപുത്രൻ നമ്മുടെ ഭവനങ്ങളിൽ വരണമെങ്കിൽ, ദൈവിക സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഈ രീതിയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആദരവിൻ്റെയും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവികമായി തീർക്കാം. അപ്പോൾ അത് ജനിക്കുന്ന ഓരോ കുഞ്ഞും, അതിൽ വളരുന്ന ഓരോ കുഞ്ഞും, അതിൽ വ്യാപരിക്കുന്ന ഓരോ മനുഷ്യനും നഷ്ടപ്പെട്ടു പോയ ദൈവികാംശം തിരികെ പിടിക്കുന്നവരായിരിക്കും. ആത്മാവെന്ന ആ വലിയ ദാനം അത് വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. കുടുംബം പവിത്രമാക്കുക. കുടുംബത്തെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നൊക്കെ, ഒന്ന്, നമ്മുടെ ചുറ്റുപാടുമുള്ള ചില തിന്മകളുണ്ട്. ലഹരി മാഫിയയുടെ അതിനിവേശം, ധൂർത്ത്, ചില പ്രത്യേകമായിട്ടുള്ള ചൂഷണങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളിലൂടെ മറ്റുമൊക്കെ അതിനടിമപ്പെട്ടുകൊണ്ട്, ധൂർത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ചത് നഷ്ടപ്പെടുത്തുന്ന രീതി. അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്ത അവസ്ഥ. ഒത്തിരി പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ചിന്ത. അതോടൊപ്പം തന്നെ വിദ്വേഷത്തിൻ്റെതായ ഒത്തിരി സംഭവങ്ങൾ ചുറ്റുപാടും, പ്രതികാരത്തിൻ്റെയും അനൈക്യത്തിൻ്റെയുമായ വിത്തുകൾ വിതയ്ക്കുന്ന ചിന്താ സരണികളൊക്കെ കൊണ്ടുവരുന്ന, വിഭാഗീയത കൊണ്ടുവരുന്ന വിവിധങ്ങളായ ഗ്രൂപ്പിസങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ, അവിടെയൊക്കെ പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ നമ്മുടെ ഓരോ കുഞ്ഞു സമൂഹവും കുടുംബങ്ങളും ആ കുടുംബങ്ങളുടെ ചുറ്റുപാടും അയൽവക്ക കൂട്ടായ്മകളും ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സമാധാനമുണ്ടാവും. ബെത്ലഹേമിലെ
കാലിത്തൊഴുത്തിൽ യേശുവിനെ കിടത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ പുൽത്തൊട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പത്തിൻ്റെ ഭവനമായ ബെത്ലഹേം, അവിടെ ദൈവപുത്രൻ ശയിക്കുന്നത് മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന പ്രത്യേക പാത്രത്തിലാണ്. അതൊരു വലിയ അടയാളമാണ്. പ്രവാചക ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കാളയ്ക്ക് അതിൻ്റെ തൊഴുത്തും കഴുതയ്ക്ക് അതിൻ്റെ യജമാനനെയും തിരിച്ചറിയാം, എന്നാൽ എൻ്റെ ജനതയ്ക്ക് അതിൻ്റെ യജമാനായ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്നത്തെ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാതെ കഴിയുകയാണ്. ആ മനുഷ്യന് സ്വയം നൽകുവാനാണ് ദൈവം ആ രീതിയിൽ പദ്ധതിയിട്ടത്. ആഹാരത്തിൻ്റെ അടയാളമാകുന്ന പുൽത്തൊട്ടിയിൽ അവിടുന്ന് ലോകത്തിൻ്റെ ആഹാരമായി ശയിക്കുന്നു. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണെന്ന് പഠിപ്പിച്ച യേശുനാഥൻ ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം ജീവിതം പൂർണ്ണമായും സാധുജനസേവനത്തിനായി നൽകുമ്പോൾ, ഏറെ പ്രത്യേകിച്ച് ആഹാരമില്ലാത്തവർക്ക് ആഹാരം നൽകുവാൻ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുവാൻ, സുഖമില്ലാത്തവർക്ക് സൗഖ്യം നൽകുവാൻ, സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, അങ്ങനെ ദൈവികമായ സമയവും കാലവുമൊക്കെ അറിയിക്കുവാൻ, മനുഷ്യന് സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ വന്നിരിക്കുന്ന ക്രിസ്തുനാഥൻ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്: നിങ്ങൾ ലോകത്തിന് പ്രകാശമാണ്, നിങ്ങൾ ലോകത്തിന് ഉപ്പാണ് എന്ന്. അപ്പോൾ ഓരോ മനുഷ്യനും ക്രിസ്തുവിനെ പോലെ സ്വയം മറ്റുള്ളവർക്ക് ദാനമാകുവാനുള്ള ഒരാഹ്വാനമാണത്. ഏറെ പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടുള്ള ഒരു വലിയ ബന്ധം നാം കാത്തുസൂക്ഷിക്കണം. അവരെ സംരക്ഷിക്കുവാൻ, അവരെ കാത്തുകൊള്ളുവാൻ. കാരണം എല്ലാ മനുഷ്യനും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അസ്പർശ്യരായി മാറ്റി നിർത്തപ്പെട്ട ഇടയന്മാരാണ് ആദ്യമായി ലോകരക്ഷകൻ ജനിച്ച സദ്വാർത്ത അറിയുന്നത്. അവരത് കാണുവാനായിട്ട് പുൽത്തൊട്ടിയിലേക്ക് കടന്നു വരുന്നത്. ആ കാലിത്തൊഴുത്തിലേക്ക് കടന്നു വരുന്ന അവർക്ക് പുൽത്തൊട്ടിയിൽ ശയിക്കുന്ന ക്രിസ്തുനാഥനെ കാണുവാൻ സാധിക്കുന്നു. ബലഹീനനായൊരു ശിശു. ആ ബലഹീനനായ ശിശുവിൽ ദൈവത്തെ കണ്ടെത്തി, രക്ഷയെ കണ്ടെത്തി ആനന്ദിച്ച് തിരികെ പോവുകയാണവർ, സത്യമാണെന്നറിഞ്ഞുകൊണ്ട്. ഇന്ന് ലോകം തിരിച്ചറിയാത്തൊരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. നമ്മളുടെ ഇന്നത്തെ പരാധീനതകൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണമുള്ള ശിശുക്കൾ ജനിക്കുവാനുണ്ട്. പലപ്പോഴും അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ശിശുക്കൾ ലോകത്തിന് നന്മ പ്രദാനം ചെയ്യുവാനായി ദൈവം തിരഞ്ഞെടുത്തവരാണ്. എന്നാൽ സംഭവിക്കുന്നതോ പലപ്പോഴും അസൗകര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളുമൊക്കെ കാരണം ആ ദൈവിക ജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന പ്രവണതയേറുകയാണ്. ചിലപ്പോൾ നിയമം വഴി അതിനെ സ്വാധൂകരിക്കുകയും ചെയ്യുന്നു. വളരെ സുന്ദരമായൊരു പേരതിനുണ്ട്. ആ പേരാണ് ഏറ്റവും വിചിത്രം. കാരണം ഏറ്റവും ബലഹീനനായ കുഞ്ഞിന് അവകാശമില്ല, എന്നാൽ എന്തും ചെയ്യാൻ കഴിയുന്ന പുറമേയുള്ള മനുഷ്യന് അവകാശവും അധികാരമുണ്ട്. അമ്മയുടെ അവകാശം. അമ്മയുടെ അവകാശം യഥാർത്ഥത്തിൽ അമ്മയാവുക എന്നുള്ളതാണ് ആ കുഞ്ഞിന്. പക്ഷേ അതിന് പകരം അത് കൊല്ലുവാനുള്ള അവകാശമല്ല, അമ്മയുടെ അവകാശമല്ലത്. ശരിക്കും ആ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുമ്പോൾ
നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൂട്ടുനിൽക്കുമ്പോൾ അരുംകൊലയ്ക്ക്, അതേ മനുഷ്യജീവനെ ഹനിക്കുവാനുള്ള കൊലയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. ആദിയിൽ ദൈവം കായനോട് ചോദിച്ചതുപോലെ നിൻ്റെ സഹോദരൻ എവിടെയെന്ന് മാത്രമല്ല ചോദിക്കുക, നിൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കും. അതിനുത്തരം നൽകേണ്ടതുണ്ട്. കൊല്ലപ്പെടുകയല്ല, നിങ്ങൾക്ക് നെറ്റിയിലൊരു മുദ്ര തരും. ആ മുദ്ര ആർക്കും കാണാൻ കഴിയാത്ത മുദ്രയായിരിക്കും. പക്ഷേ ആ മുദ്രയിലൂടെ നിങ്ങൾ സംരക്ഷിതരാകും ആ കുഞ്ഞിൻ്റെ പേരിൽ. പക്ഷേ ആ സംരക്ഷണം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് നീറുന്നതായിരിക്കും. കാരണം ദൈവം തന്ന കുഞ്ഞിനെയാണ് നഷ്ടപ്പെടുത്തിയത്. അതും ലോകത്തിന് നന്മ ചെയ്യേണ്ടിയിരുന്ന ഒരു കുഞ്ഞിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അബോർഷൻ എന്നത് ജീവനെതിരെയുള്ള ഒരു നീക്കമാണ്. ജീവനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതാണ് ക്രിസ്മസ്. ഒന്നാമതായിട്ട് ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യജീവന് ദൈവികതയുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനായത്. രണ്ടാമതായത് പഠിപ്പിക്കുന്നത് മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ നാം വിലമതിക്കണം. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, മനുഷ്യജീവൻ്റെ ആരംഭം മുതൽ അതിൻ്റെ സ്വാഭാവിക അന്ത്യം വരെ മനുഷ്യജീവനെ നാം വിലമതിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷകളോ യുദ്ധങ്ങളോ മനുഷ്യജീവനെ ഹനിക്കുന്നതായി ഏതൊരു പ്രവൃത്തിയും നാം പരിപൂർണമായി വർജിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യജീവനെ തകർക്കുന്നതായ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്. ചിലപ്പോൾ വികസനത്തിൻ്റെ പേരിൽ പാർപ്പിടവും ജീവിതമാർഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഉഴലുന്നവരുണ്ട്. അവർക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുവാൻ ആരും തന്നെയില്ല. അവകാശവാദം ഉന്നയിക്കുന്നവരെ പലപ്പോഴും ദ്രോഹികളായി അവകാശവാദം ഉന്നയിക്കുന്നവരെ ദ്രോഹികളായി മുദ്രകുത്തുന്ന ഒരു വലിയ തിന്മയുടെ സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്ക് വേണ്ടി നാം പങ്കുവെക്കുകയും അവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സമൂഹം യഥാർത്ഥ സമാധാനം അനുഭവിക്കുക. ഇല്ലെങ്കിൽ ആ സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങിപ്പോകും. വികസനത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന പദ്ധതികൾ യഥാർത്ഥ വികസനമല്ലെന്ന് കൂടെ ഓർക്കുക. മനുഷ്യനെ കരുതാതെയുള്ള വികസനങ്ങളൊക്കെ ഏതാനും പേർക്ക് കീശ വീർപ്പിക്കാനുള്ളതായിരിക്കും. പക്ഷേ ആ പണം നിങ്ങളുടെ മുമ്പിൽ പണമുയർത്തി നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഓർക്കുക. ക്രിസ്മസ് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: മനുഷ്യൻ്റെ ജീവനെ വിലമതിക്കുക. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ്റെ ജീവനെ നന്മയിലേക്ക് കാത്തുസൂക്ഷിക്കുക. ഒരു ജീവനും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. എല്ലാ ജീവനും തുല്യ ബഹുമതിയുണ്ട് എന്നോർക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയുടെ ജീവിതത്തിനും ബഹുമാനം നൽകേണ്ടത്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലായാലും കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റത്തിലായാലും പാവപ്പെട്ടവരോടുള്ള പെരുമാറ്റത്തിലായാലും ആ ഒരു പുതിയ സന്ദേശം ക്രിസ്തു നൽകുകയാണ്. ദൈവം മനുഷ്യനായത് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരുവാനാണ്. അവൻ്റെ മനുഷ്യത്വത്തിലേക്ക് കടന്നു വരിക. മനുഷ്യജീവനെ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ആദരിക്കുക എന്നൊരു സന്ദേശമുണ്ട്. മറിയത്തിൻ്റെ ഉദരത്തിൽ വളരുന്ന ശിശു ദൈവപുത്രനാണെന്ന് യൗസേപ്പ് തിരിച്ചറിയുന്ന നിമിഷം സന്തോഷത്തോടുകൂടെ അവൻ ഭാര്യയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന ആ രംഗമുണ്ട്. അത് ഒരു തിരിച്ചറിവിൻ്റേതാണ്. കുറ്റപ്പെടുത്തലിൻ്റേതോ ശാസിക്കലിൻ്റേതോ അല്ല. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വഴങ്ങുന്ന മനുഷ്യൻ എത്രയോ നന്മയാണ്. എപ്രകാരമാണ് ദൈവികത ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ദൈവത്തിൻ്റെ ദാനമാണ് മറ്റ് മനുഷ്യരെന്ന് തിരിച്ചറിയുമ്പോൾ അവരോട് ക്രൂരതകളും അശുദ്ധമായ രീതിയിലുള്ള നോട്ടങ്ങളും ചിന്തകളുമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുക. അങ്ങനെയുള്ള പ്രചരണങ്ങളും രീതികളുമൊക്കെ അതിന് വഴങ്ങുവാൻ കഴിയുക. മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ വിളിക്കുന്നതാണ് ക്രിസ്മസ്. മനസ്സിൻ്റെ പരിവർത്തനം, നന്മയിലേക്കുള്ള പരിവർത്തനം. കുടുംബത്തിൽ നിന്ന് നാം സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് പലപ്പോഴും മനുഷ്യനെ വിലമതിക്കാതെ സ്വാർത്ഥത തേടിപ്പോകുന്നതാണ്. സ്വാർത്ഥത തേടുന്നവൻ എന്താ സംഭവിക്കുക? അവൻ വലിയ കൊലപാതകയായിത്തീരും. തൻ്റെ രാജഭരണം സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഹെറോദേസ് ചെയ്തതും അതുതന്നെയാണ്. വരാനിരിക്കുന്ന രാജാവ് ജനിച്ചിരിക്കുന്നത്
എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഭയപ്പെടുന്ന അവൻ പിന്നീട് ദൈവവിശ്വാസമില്ലാതിരുന്നിട്ടും ദൈവവിശ്വാസിയാണെന്ന് കാണിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന ബൈബിളിലേക്ക് തിരിയുന്നു. പുരോഹിതന്മാരെ വിളിച്ചു വരുത്തുന്നു. അവൻ വലിയൊരു ആഘോഷമൊക്കെ നടത്തുന്നു. അവൻ തന്നെ ഒരു വലിയ ദൈവികമായ ആരാധനയുടെ രീതിയിൽ എനിക്കും അവനെ പോയി ആരാധിക്കണം, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരിക എന്ന് പറയുന്നുണ്ട്. ബെത്ലേഹേമിലാണെന്നറിയുമ്പോൾ വന്ന രാജാക്കന്മാരെ പറഞ്ഞേക്കുക, നിങ്ങളവിടെ പോയിട്ട് എന്നെ വന്ന് അറിയിക്കുക. പക്ഷേ അവൻ ചെയ്തതോ, അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൊല്ലണമെന്നായിരുന്നു. പക്ഷെ അവൻ ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് പകരം അനേകായിരം കുഞ്ഞുങ്ങളെ കൊന്നു. അവൻ കൊല്ലാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ കൊല്ലാനും സാധിച്ചില്ല. ആ കുഞ്ഞിനെ ദൈവം മുൻപേ പ്രവചനങ്ങളുടെ പൂർത്തീകരണമെന്ന പോലെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അന്വേഷിച്ച് വന്ന് ആരാധിച്ച രാജാക്കന്മാർക്ക് പുതിയൊരു മാർഗം തുറന്നു കൊടുത്തതുകൊണ്ട് പാപിയും ക്രൂരനും അതുപോലെ തന്നെ ഫാഷിസ്റ്റുമായ ഹെറോദേസിൻ്റെ അടുക്കലേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല. അവൻ്റെ മകൻ പിന്നീട് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴും അവൻ്റെ മകൻ യേശുവിൻ്റെ പ്രവാചകനായ യോഹന്നാനെ കൊന്നതാണ്. അവിടുത്തെ അവൻ കാണുന്നത് അവന് വേണ്ടി പീഡകൾ സഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അവഹേളിക്കപ്പെട്ട യേശുവിനെയാണ്. അവിടുത്തെ തിരിച്ചറിയാൻ കഴിയാതെ അവിടുത്തെ അവഹേളിച്ചു വിടാൻ മാത്രമാണ് അവന് കഴിഞ്ഞത്. നോക്കുക, തിന്മ ചെയ്ത അപ്പൻ്റെ മക്കളും തിന്മയിൽ വളരുന്നത്. എങ്കിൽ വളരെ ശ്രദ്ധ വേണം നന്മയിൽ വളരാൻ, ജീവനെ സംരക്ഷിക്കുവാൻ. അതിന് എല്ലാ തലങ്ങളിലും മുതിർന്നവരുടെ ജീവനും വിലയുണ്ട്, രോഗികളുടെ ജീവനും വിലയുണ്ട്. വ്യത്യസ്തമായ കുറവുകളും ചിലപ്പോൾ വ്യത്യസ്തമായ കഴിവുകളുമുള്ള ആളുകളുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ. അവരുടെ ജീവനും വിലയുണ്ട്. ഒരുപക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ തന്നെ ഇങ്ങനെയുള്ള കുറവുകൾ കണ്ടെത്തിയാൽ അതിനെ ചികിത്സിച്ച് സഹായിക്കാൻ, പ്രത്യാശയോടെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വളർന്നു വരികയാണ്. അവിടെയാണ് മനുഷ്യജീവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന ക്രൂരമായ പാപം ഇവിടെ നടമാടുന്നത്. ആ പാപത്തിനെതിരെ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. മനുഷ്യജീവനെ വിലമതിക്കുക, ഏറെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വേറെയും അതിക്രമങ്ങളുണ്ട്. അവർക്ക് തെറ്റായ പാഠങ്ങൾ നൽകുകയും തെറ്റായ ചായ്വുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ദുഷ്ടരായ, ചിലപ്പോൾ സ്വന്തം ഭവനത്തിൽപ്പെട്ടവരോ അധികാരികളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അവരുടെ പാപം എത്രയോ വലുതാണെന്ന് ഈശോ പറയുന്നുണ്ട്. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി കടലിലേക്ക്, വലിയ മലമുകളിൽ നിന്ന് കീഴ്ക്കാൻ തൂക്കായ പാറയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലണമെന്ന്. കാരണം അവർ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തലമുറകളെ നശിപ്പിക്കുന്നവർ, അവരുടെ ദൈവികതയെ നശിപ്പിക്കുന്നവർ എത്രയോ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. പുൽത്തൊട്ടിയിൽ ശയിക്കുന്ന കുഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ, അനേകർക്ക് ജീവൻ്റെ സമൃദ്ധി നൽകുവാനാണ് അവിടുന്ന് വന്നത്. ആ ജീവൻ്റെ സമൃദ്ധി നൽകുവാൻ നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്, അവരെ നന്മയിലേക്ക് വളർത്തിക്കൊണ്ടാണ്. പുതുതലമുറയെ നന്മയിലേക്ക് വളർത്താം. അതുകൊണ്ട് തന്നെ ജീവനെ സംരക്ഷിക്കുന്ന ഈ ക്രിസ്മസ് പ്രകൃതി സംരക്ഷണം മുതൽ ജീവന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും അതിനുള്ള പരിശീലനം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ആരംഭിക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പര സ്നേഹത്തോടും ആദരവോടും കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് തിരിച്ചറിയാം, ജനിക്കുന്ന ഓരോ കുഞ്ഞും മാത്രമല്ല, ഓരോ മനുഷ്യനും ദൈവിക അംശത്തോടു കൂടിയാണ് ജനിച്ചിരിക്കുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടുള്ള സ്നേഹത്തിലും ആദരവിലും നമുക്ക് മുന്നേറുവാൻ ഈ ക്രിസ്മസ് സഹായിക്കട്ടെ. നമ്മുടെ ആഘോഷങ്ങളിലൊക്കെയും ഈ ഒരു ഊന്നലുണ്ടാവണം. കുടുംബത്തെ സമാധാനത്തിലും സന്തോഷത്തിലും കൊണ്ടുപോകുവാൻ, പരിപാലിക്കുവാൻ, ജീവനെ അതിൻ്റെ എല്ലാ തലങ്ങളിലും പരിപോഷിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ.